പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട എന്ന വാർത്ത വരുന്നു. ബംഗാൾ സ്വദേശികളായ 2 പേരിൽ നിന്ന് 47 കിലോ കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. വിവേക് എക്സ്പ്രസിൽ നിന്നാണ് ഇരുവരെയും പിടികൂടിയത്. പശ്ചിമ ബംഗാൾ ഹൂഗ്ലി സ്വദേശികളായ സജൽ ഹൽദർ, ലൗലി മാലാക്കർ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഇക്ബാൽ അറക്കലോട് വിശദാംശങ്ങളുമായി. ഇക്ബാൽ, എത്രത്തോളം വില വരുന്നതാണ് ഈ കഞ്ചാവ്? ഇവരുടെ മറ്റു വിശദാംശങ്ങൾ എന്താണ്? മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ലഹരിക്കടത്ത് തടയുക എന്നത് ഒരു നിർണായക ദൗത്യം തന്നെയാണ്. അപ്പോഴാണ് 2 പേർ പിടിയിലായിരിക്കുന്നു എന്ന വിവരം വരുന്നത്. ഇവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ്? വിനീത, ഇന്ന് രാവിലെയാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച ഇത്തരത്തിൽ 47.5 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ ഒരു യുവതിയെയും യുവാവിനെയും പാലക്കാട് RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗവും അതുപോലെ തന്നെ റെയിൽവേ പോലീസും പോലീസും എക്സൈസും ചേർന്ന് സംയുക്തമായി പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് 47.5 കിലോ കഞ്ചാവാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. മംഗലാപുരം വിവേക് എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇവരുടെ പക്കൽ നിന്നും ഇത്തരത്തിൽ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. പോലീസിന്റെ പരിശോധന കണ്ട് ഭയന്ന് ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയാണ് ഉദ്യോഗസ്ഥർ ഇവരെ പരിശോധിക്കുന്നത്. ഈ സമയത്താണ് ഇവരുടെ പക്കൽ നിന്നും ഈ കഞ്ചാവ് ശേഖരം കണ്ടെത്തുന്നത്. കേരളത്തിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചാണെന്ന് ഈ പിടിയിലായിട്ടുള്ള പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ ഹൂഗ്ലി സ്വദേശികളായ സജൽ ഹൽദാർ അതുപോലെ തന്നെ ലൗലി മലാക്കർ എന്നിവരെയാണ് ഇപ്പോൾ ഈ സംയുക്ത ഉദ്യോഗസ്ഥ സംഘം പിടികൂടിയിട്ടുള്ളത്. ഈ പിടികൂടിയ 47.5 കിലോ കഞ്ചാവിന് വിപണിയിൽ 25 ലക്ഷം രൂപ വില വരും എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഈ 2 പ്രതികളെയും പിടികൂടിയിട്ടുള്ള കഞ്ചാവും പാലക്കാട് എക്സൈസ് ഓഫീസിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.